വാഹനാപകടത്തിൽ പരിക്ക് പറ്റി മരണപ്പെട്ട ഒരു ഡോക്ടർക്ക് 1.9 കോടി രൂപ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്തെ കോടതി വിധിക്കുകയുണ്ടായി. ആ വിധിയിൽ നിന്ന് ചില സാമൂഹ്യ സന്ദേശങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പറയേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി. ഇന്ന് മക്കളെക്കാൾ ഇളയ രക്ഷകർത്താക്കൾ അവരെ എന്താണ് ചെയ്യിക്കേണ്ടതെന്നോ അവർക്ക് എന്താണ് വാങ്ങിക്കൊടുക്കേണ്ടതെന്നോ നിശ്ചയമില്ലാത്തവണ്ണം വല്ലാത്ത സ്നേഹത്തിൽ വീർപ്പുമുട്ടുന്ന കാലത്ത് ഇത്തരം ചില നഷ്ടപരിഹാരങ്ങൾ അത്യാവശ്യമായി വരുന്നു. അത് അവർക്ക് മാത്രമല്ല, ഇനിയും ഇതുപോലെ മക്കളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഗുണപാഠമാകണം. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്ന 38 വയസ്സുകാരൻ നവീൻ കുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞും സഞ്ചരിച്ചിരുന്ന ഒരു സ്കൂട്ടറിൽ ഒരു കാർ കൊണ്ടുവന്ന് ഇടിച്ച് അദ്ദേഹം തൽക്ഷണം മരണപ്പെടുകയുണ്ടായി. ഇത് സംഭവിച്ചത് പാലക്കാടാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജോലികളെല്ലാം കഴിഞ്ഞ് വന്ന് കുടുംബത്തോടൊപ്പം ബന്ധുവീട് സന്ദർശിക്കാൻ പോകുമ്പോഴായിരുന്നു ഇത്തരമൊരു അപകടമുണ്ടായത്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം കോടതി 1,40,00,000 രൂപയും ആ 1,40,00,000 രൂപയുടെ നഷ്ടപരിഹാരമായി പലിശയുൾപ്പെടെ 1,90,00,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കുവാനായി വിധിച്ചു. ഒറ്റപ്പാലം കോടതിയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയ തുക നഷ്ടപരിഹാരം വിധിക്കുന്നത് ആദ്യമായാണ്. നിങ്ങൾ ഓർക്കേണ്ടത് 38 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. ഭാര്യയും കുഞ്ഞും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കഥ അതല്ല. 38 വയസ്സുകാരും 28 വയസ്സുകാരും 20 വയസ്സുകാരും ഒക്കെ മരിച്ചിട്ടുണ്ട്. പക്ഷേ ആ വാഹനം ഓടിച്ചു കൊണ്ടുവന്നത് ഒരു 17 വയസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിനെതിരെ വന്ന കാർ ഓടിച്ചു കൊണ്ടുവന്നത് ഒരു 17 വയസ്സുകാരനാണ്. അങ്ങനെ 17 വയസ്സുകാരനായതിനാലും അദ്ദേഹം പ്രായപൂർത്തിയാകാത്ത ആളായതിനാലും ഈ 1,90,00,000 രൂപ ആ വാഹനത്തിൻ്റെ ഉടമ തന്നെ നൽകേണ്ടി വരുന്ന വിധിയാണിത്. കാരണം ഇൻഷുറൻസ് കമ്പനി ആ നഷ്ടപരിഹാരം നൽകില്ല. ഇവിടെ നാം ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇന്ന് മക്കൾ 10ാം ക്ലാസ് പാസ്സായാലോ 9ാം ക്ലാസ് പാസ്സായാലോ എന്തെങ്കിലും വിജയം നേടിയാലോ ഉടൻ തന്നെ അവന് ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ കാർ വാങ്ങിക്കൊടുക്കുകയാണ്. അവന് പ്രായപൂർത്തിയായോ, അവന് ലൈസൻസ് ഉണ്ടോ, അവൻ്റെ മാനസിക നില അനുസരിച്ച് ഓടിക്കേണ്ട വാഹനമാണോ, അത്രയും വില കൂടിയ വാഹനം അവന് ആവശ്യമുണ്ടോ, ഇതൊന്നും ഒരു വിഷയമേ അല്ല. അച്ഛൻ നിലപാടെടുത്താൽ അമ്മ കരയും. ആദ്യമുണ്ടായ കൺമണിയാണ്, അവസാനമുണ്ടായ കൺമണിയാണ്, ഒരുപാട് ആറ്റുനോറ്റിരുന്ന് അമ്പലത്തിൽ പോയി ഉണ്ടായ കൺമണിയാണ്, പള്ളിയിൽ നേർച്ചയുണ്ടാക്കിയ കൺമണിയാണ്. അതുകൊണ്ട് ആ പൊന്നുമണിക്ക് എന്തു വേണമോ അതിനേക്കാൾ വലുത് ഭീകരമാം വിധം രക്ഷകർത്താക്കൾ വാങ്ങിക്കൊടുക്കും. അവൻ്റെ പ്രായം പ്രശ്നമല്ല. പലപ്പോഴും സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ തേങ്ങ മുമ്പിലും മല പുറകിലും വെച്ചിരിക്കുന്നത് പോലെ ഭീമാകാരമായ ശരീരവുമായി അമ്മ പുറകിലിരുന്ന് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത പാലുകുടി മാറാത്ത കൊച്ചുങ്ങൾ കാറും സ്കൂട്ടറും ഒക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പണ്ട് കൈവണ്ടി പിടിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ മുമ്പ് ഭാരമില്ലാത്തതുകൊണ്ട് തിരിഞ്ഞു കുത്തിയേനെ. ഇത് ഒരുപക്ഷെ അവൻ നല്ലൊരു കാറ്റ് വന്നാൽ അവൻ്റെ നിയന്ത്രണത്തിലല്ലാതെ ആ വണ്ടി തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വെറും ഈയാമ്പാറ്റകൾ പോലെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് 150 കിലോമീറ്ററും 200 കിലോമീറ്ററും വേഗത്തിൽ സഞ്ചരിക്കുന്ന 2 ലക്ഷത്തിൻ്റെയും 3 ലക്ഷത്തിൻ്റെയും ബൈക്കുകളും അതുപോലെ വിലപിടിപ്പുള്ള കാറുകളും വാങ്ങി നൽകുന്നത്. പ്രായപൂർത്തിയാകാത്തവൻ അപകടത്തിൽപ്പെട്ടാൽ അവിടെ ഈ പറഞ്ഞ ഒരു ജീവൻ മാത്രമല്ല നഷ്ടപ്പെടുന്നത്, ഇതുപോലെ കുടുംബം വിറ്റ് കൊടുക്കേണ്ട ഗതികേട് കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, വികാരമല്ല അധികമായി നിൽക്കേണ്ടത്, വിവേകമാണ്. അമിത വികാരം വലിയ അപകടത്തിലേക്ക് നയിക്കും എന്ന് മാത്രവുമല്ല, പോലീസ് പോലെയുള്ള സംവിധാനങ്ങൾ ഇത്തരം വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്ന വണ്ടികൾ പിടിച്ചിട്ട് കുട്ടികളുടെ പേരിൽ മാത്രം കേസെടുത്താൽ പോരാ, രക്ഷകർത്താക്കളുടെ പേരിലും കൂടി എടുക്കണം. അമ്മയെയും അച്ഛനെയും അല്ലെങ്കിൽ വാപ്പയെയും ഉമ്മയെയും കൂടി പ്രതിയാക്കണം. ഒറ്റപ്പാലത്തെ ഇത്രയും വലിയ നഷ്ടപരിഹാരം വിധിച്ചതിന് ഒരുപാട് സന്തോഷം. ഇങ്ങനെയാണ് വിധിക്കേണ്ടത്. കുടുംബം വിറ്റ് തീർക്കണം ഇതുപോലെയുള്ള അവിവേകപൂർണമായ പെരുമാറ്റത്തിന്. അവർ മാത്രം നശിക്കാനല്ല, നശിക്കാനിരിക്കുന്നവർ കൂടി കണ്ട് അതിൽ നിന്ന് പിന്മാറാൻ.